മോഷണക്കേസിൽ ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചതായിരുന്നു പോലീസ്. കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് പ്രതിയോട് നേരിട്ട് ഹാജരാകാൻ ഉത്തരവിടുന്നു. കോടതി ഉത്തരവിന് പിന്നാലെ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പ്രതിക്കായി ദിവസങ്ങളോളം തിരച്ചിലും നടക്കുന്നു. ഒടുവിൽ ഒരു തുമ്പും കണ്ടെത്താനായില്ലെന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു പോലീസ്. കേസ് വീണ്ടും പരിഗണിക്കാനെടുത്ത മജിസ്ട്രേറ്റ് ആ റിപ്പോർട്ട് കണ്ട് ശരിക്കും ഞെട്ടി. പ്രതി താൻ തന്നെ. പ്രതിയുടെ വീടും പരിസരവും പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ലെന്ന് പോലീസിന്റെ വിശദീകരണവും. വാദി പ്രതിയാകുന്ന സംഭവങ്ങളൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് തന്നെ പ്രതിയാകുന്നത് ഇതാദ്യമായാകും. യോഗി ആദിത്യനാഥിന്റെ സ്വന്തം യുപിയിൽ സംഭവിച്ചതാണിത്. കേസ് പരിഗണിച്ചത് ഫിറോസാബാദ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നഗ്മ ഖാൻ. കേസ് അന്വേഷിക്കുന്നത് ടൗൺ SI. മോഷണ കേസിലെ യഥാർത്ഥ പ്രതിയുടെ പേര് പപ്പു എന്ന രാജ്കുമാറും. സംഭവത്തിലെ ട്വിസ്റ്റിനി പറയാം. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കും മുൻപ് നേരിട്ട് ഹാജരാകാനുള്ള ഒരു അവസരം പ്രതിക്ക് നൽകുകയായിരുന്നു കോടതി ചെയ്തത്. CRPC 82-ാം വകുപ്പ് പ്രകാരമായിരുന്നു കോടതിയുടെ നടപടി. എന്നാൽ ഉത്തരവ് വായിച്ചിട്ട് SIക്ക് സംഗതി കത്തിയില്ലെന്ന് മാത്രമല്ല, വലിയൊരു അബദ്ധവും ചെയ്തു അയാൾ. ഉത്തരവിലെ മജിസ്ട്രേറ്റിന്റെ പേരും പ്രതിയുടെ പേരും ചെറുതായെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. അങ്ങനെ ഇല്ലാത്ത ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റുമായി പ്രതിയായി മാറിയ മജിസ്ട്രേറ്റിനായി പോലീസ് തിരച്ചിലോട് തിരച്ചിൽ. ആ വാറന്റും പിടിച്ച് മജിസ്ട്രേറ്റ് നഗ്മയുടെ വസതിയിലും പോലീസ് എത്തിയത്രേ. അവിടെ എവിടെയും ആളെ കണ്ടെത്താനാകാതെ ഒടുവിൽ അതേ മജിസ്ട്രേറ്റിന് മുന്നിൽ റിപ്പോർട്ടും സമർപ്പിക്കുന്നുണ്ട് പോലീസ്. കൂടെ പ്രതിക്കെതിരെ പുതിയ ഉത്തരവിറക്കണമെന്ന ഒരാവശ്യവും. കഴിഞ്ഞ മാർച്ച് 23-ന് കേസ് വീണ്ടും പരിഗണിച്ച കോടതി പോലീസ് റിപ്പോർട്ട് വായിച്ചപ്പോഴാണ് പകച്ചുപോയത്. ചിരിക്കണോ കരയണോ എന്നറിയാത്ത ചില അവസ്ഥ വരാറില്ലേ? ആ അവസ്ഥയിലായിരുന്നു അന്ന് കോടതി മുറിയിൽ മജിസ്ട്രേറ്റ് നഗ്മ ഖാൻ. SIക്ക് സംഭവിച്ച മഹാ അബദ്ധത്തെ ആദ്യം ലൈറ്റായി എടുത്തെങ്കിലും പിന്നീട് രൂക്ഷ വിമർശനമാണ് അവർ നടത്തിയത്. കോടതി നടപടികൾ എന്താണെന്ന് പോലും അറിയാത്തയാളാണെന്നും ജാമ്യമില്ലാ വാറന്റും ഹാജരാകാനുള്ള ഉത്തരവുമെന്നും മനസ്സിലാക്കാത്തയാളാണ് SI എന്നും കോടതി അന്ന് വിമർശിച്ചു. മോഷണ കേസിലെ തുടർ നടപടികൾ ഒടുവിൽ SIക്കെതിരായ നടപടികളിലാണ് കലാശിച്ചത്. ഉത്തരവ് SI കൃത്യമായി വായിക്കുക പോലും ചെയ്തിട്ടില്ല എന്ന് മജിസ്ട്രേറ്റ് വിമർശിച്ചു. അത്രയും പ്രകടവും ഗുരുതരവുമായ പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ പോലും അറിയാത്ത ഉദ്യോഗസ്ഥനാണ് ഇത്രയും കാലം പോലീസ് ഓഫീസറായി ഇരിക്കുന്നത്. കോടതിയുടെ നടപടിക്രമങ്ങളെ ഒരു ഇഞ്ച് പോലും വിലവെച്ചില്ലെന്ന് മാത്രമല്ല, കോടതി ഉത്തരവിനെ ജാമ്യമില്ലാ വാറന്റായി തെറ്റായി പകർത്തുകയും ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് പ്രിസൈഡിംഗ് ഓഫീസറായ ജഡ്ജിയുടെ പേര് അന്ധമായി എഴുതി വെക്കുകയും ചെയ്തിരിക്കുന്നുവെന്നും കോടതി പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം നടത്തി SI ബൻവാരിലാലിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. കോടതി ഉത്തരവിന്റെ ഒരു പകർപ്പ് ആഗ്ര റേഞ്ച് IGക്ക് അയക്കാനും മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു. ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഈ കേസിൽ മാതൃകാപരമായ നടപടി ഉണ്ടാകണമെന്നും പോലീസ് മേലധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഫിറോസാബാദ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്.